എടാ സെബി, മമ്മി കഷ്ടമാണത്. എടാ ജിനു, ഒന്ന് വിളിച്ചടാ അവനെ. ഞാൻ വിളിക്കില്ല ചേട്ടനെ. ചേട്ടൻ എത്ര വിളിച്ചാലും ചേട്ടൻ ഇരിക്കില്ല. ഈ ചെക്കൻ കാരണം എന്റെ നേരം വൈകില്ല. മമ്മി ചേട്ടനെ വിളിച്ചോളാട്ടാ. സിബിച്ചേട്ടാ, 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 ബാൽക്കണിയിലെ ഗായത്രി ചോന്നുണ്ട്. ശരിക്കും ആ എന്താണോ നീ പോടാ. പോടാണോ ഇത്? പഠിക്കാണല്ലോ. ഡ്രോയിങ് ബുക്ക്. ഓ, ദൈവമേ, ദൈവമേ, എവിടെയുണ്ട് സൗണ്ട്? എടാ നീ ഇന്ന് വലിയപ്പച്ചനെ ചെക്കപ്പിന് വിടുവാൻ ചെല്ലാന്ന് പറഞ്ഞതല്ലേ? ഞാനീ പറയുന്നത് വല്ലോ നീ കേക്കണ്ട. എന്താ മമ്മി ഇത്? അവിടെ വേറെ ആൾക്കാരില്ല, ഉവ്വടാ. ഞാൻ മാത്രമേ അവിടെ ആൾക്കാരുണ്ട്. എന്ത് കാര്യത്തിനും വിളിപ്പിച്ചാൽ എന്നെ മാത്രം വിളിക്കുള്ളൂ. അതേടാ, നിന്നെ മാത്രമേ വിളിക്കാറുള്ളൂ. കഷ്ടം. അതെ, അവർക്കൊക്കെ ഒരു ജോലിയുണ്ട്, അല്ലാണ്ട് നിന്നെ പോലെ ഒരു പണിക്കും പോണ് വീട്ടിൽ കുത്തിരിക്കല്ല. എന്തെങ്കിലും പണിക്ക് പോകാൻ പറഞ്ഞാലോ അപ്പ പറയും അപ്പൻ്റെ കൂടെ ഗൾഫിൽ പോവാന്ന്. എന്നാ പോവോ? അതുമില്ല. ദൈവം, ഇന്നും നേരം വൈകില്ല. ആശുപത്രിയിലെ നഴ്സല്ലേ, ഡോക്ടർ ഒന്നല്ലല്ലോ. ഒന്ന് വേറെ റെഡിയാവടാ. എടിലേ, അതെ നീ ഒന്ന് ഇറങ്ങണ്ടോ? ട്രെയിൻ ഇപ്പൊ മിസ്സാവല്ലോ. വരണു. എടാ വലിയപ്പച്ചൻ്റെ കൂടെ 2 തെങ്ങും തൈ പറിച്ചു വെച്ചിട്ടുണ്ട്. അത് വരുമ്പോ എടുക്കാൻ മറക്കരുത് കേട്ടാ. തെങ്ങും തയ്യ കഴിച്ചിട്ട് എന്ന് കാകിട്ടാണ്. വല്ല വാഴ എങ്ങാനും വെക്കും, അതാവുമ്പോ പെട്ടെന്ന് കൊല്ല കിട്ടും. എടാ സെബിയെ, ഞാൻ ഇനി വാഴ വെക്കണോ? വാഴ നീ വണ്ടി എടുത്തേ. നിങ്ങളിതെങ്ങോട്ടാ? ഏയ്, ഞാൻ പറഞ്ഞിരുന്നില്ലേ തലശ്ശേരിയിലെ കല്യാണം. മോളെ കൊണ്ടോണില്ലേ? ഏയ്, 2 ദിവസം കഴിഞ്ഞ അവൾക്ക് എക്സാമാ. ആ ദേ സമയായിട്ടാ. ഞാൻ ശരി ശരി. വണ്ടി ഓണാക്കും. ഇവനാണ് ഞാൻ പറഞ്ഞ വേട്ടാവടിയൻ. അവന്റെ കൂടെ വേറെ ഒരെണ്ണം. ആ എടാ ധന, ഞങ്ങൾ ഇത്തിരി വൈകൂട്ടാ. പിന്നെ നീ പറഞ്ഞ കാശ് ഞാൻ ഗായുണ്ടിൽ കൊടുക്കണ്ട്, നീ വാങ്ങി. സന്തോഷം. ഇതാരടത്? അവന്റെ കുളികാണ്. നീ വൈകിട്ട് എറണാകുളത്ത് പോകുന്നതിന് മുൻപ് ഇവിടെ നിന്ന് കേറിട്ട് പൊക്കോളട്ടാ. മാമൻ ധൈര്യമായിട്ട് പോയിട്ടോ. ഞാൻ ഇവിടെ ഉള്ളത്, ഒന്നും പേടിക്കല്ല. ഓക്കെ, പതിയെ പോയതിട്ടാ, സൂക്ഷിച്ചു പോണോട്ടാ. അല്ലെങ്കിൽ നിന്റെ മാമൻ പറപ്പിക്കും. ഞാൻ താഴേക്ക് വരാം. ചേട്ടൻ വേ നടക്ക്, ബസ് നടക്കും. 5 ദിവസത്തേക്ക് പണിക്ക് പോണ്ട. ബൈ. ആ ജീവ, നീ നേരത്തെ വിളിച്ചപ്പോഴേ ഞാൻ ഡ്രൈവിലായിരുന്നു. ഞാൻ നിന്നെ ശില്പം വിളിച്ചിരുന്നു ഇന്ന് മോർണിംഗില്. ഓക്കെ. അച്ഛനും അമ്മേ ഇന്ന് ലേറ്റ് ആയിട്ടേ വരുള്ളൂ. ആ കല്യാണത്തിനെ. അത് എന്നായിരുന്നു അല്ലേ? ഇന്നത്തെ കമ്പൈൻ സ്റ്റഡി എന്തായാലും നടക്കില്ല. നമുക്ക് നാളത്തേക്ക് ആക്കാം.
ഞാൻ ശില്പയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശരി 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 ആ ഓക്കെ ട്ടാ ഓക്കെ ബൈ ആടാ ശരി. എത്തിയ യെസ് മോം പറയൂ. നീ വീട്ടിലെത്തിയാ? ആ ഞാൻ ദേ ഇപ്പൊ കുറച്ചേരം എത്തിട്ട്. അതെ, ലതാന്റിയുടെ അങ്കിളിന്റെയും ട്രെയിൻ മിസ്സായിരുന്നു. അതെ, അവർക്ക് ഇനി നാളെ എത്താൻ പറ്റുള്ളൂ പറഞ്ഞ് അവരെല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഞാൻ വരുമ്പോ കുറച്ച് ലേറ്റ് ആവും, 1-2 എമർജൻസി ഉണ്ടാ. നീ ആ ജിനിനോട് സോണയോടെ ഗായത്രിയുടെ അടുത്തേക്ക് പൊക്കോന്ന് പറയും. ഓക്കേ, കേട്ട നീ? കേട്ട് കേട്ട്. ശരി എന്നാ. ഓ യെസ്. ഓക്കെ. ഒരു മേനയാവണില്ലല്ലോ. ആഹാ ദേ ഐസ്ക്രീമും ഫ്രൂട്ട്സ് ഒക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. നിങ്ങക്ക് എന്ത് വേണേലും എടുത്ത് കഴിച്ചോട്ടാ. ഞാനേ കുളിച്ചിട്ട് ഇപ്പൊ വരാം. കുളിക്കുക, കുളിച്ചിട്ട് വേഗം വാ. എന്റെ അമ്മേ. ഓ ഗായു ഗായു എന്തിനടച്ചിട്ടാണ്? തുറന്നിട്ടൂടെ? ഗായു ഗായു ഞാനാണ്, ധനേട്ടനാണ്, തുറക്ക്. എന്താ ഗായു? ഞാൻ കുളിച്ചോണ്ടിരുന്നപ്പോ ആരോ മൊബൈലിൽ എന്റെ വീഡിയോ എടുത്തു. അറിയില്ല, ഞാനൊരു മൊബൈല് മാത്രമേ കണ്ടുള്ളൂ. ഗായു ടെൻഷൻ ആവല്ലേ? ഇങ്ങോട്ട് വന്നേ, ഇത് അവനായിരിക്കും. അവനല്ലേലും നിന്നൊരു വായ്നോട്ടം കൂടുതലാണ്. എനിക്കറിഞ്ഞൂടെ? ഉറപ്പിച്ചോ, ഇതവൻ തന്നെ. ഞാനൊന്നല്ല, എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. നിനക്ക് എന്നെ വിശ്വാസമില്ല. ഇതേ ഫോൺ ചെക്ക് ചെയ്തു. ചെക്ക് നോക്ക്, കണ്ട കണ്ട കണ്ട, നോക്ക് നോക്ക്. പിന്നെ നീ എന്നെ സംശയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ തീവ്രം സംശയിക്കണം കേട്ടോ. നീ ഇങ്ങനെ കറക്റ്റ് സമയത്തിന് അവിടെ എത്തി ഇവന്റെ ഫോണും ചെക്ക് ചെയ്യണം. കൊടുക്കും ഗായു, അവളെ ഇങ്ങോട്ട് വന്നതിന് മുമ്പേ എന്റെ ഫോൺ ചെക്ക് ചെയ്തതാ. ഗായു പോലെ ഞാനുണ്ട്. അയ്യേ, ഗായു ഞാൻ പോയിക്കോട്ടെ. ഇനി നിന്ന് കഴിഞ്ഞാൽ എറണാകുളത്ത് എത്താൻ വൈകും. അതെ, നീ അച്ഛനോടും അമ്മയോടും പറയാൻ നിൽക്കണ്ട കേട്ടോ. അവര് വെറുതെ ടെൻഷൻ അടിക്കും. പറയില്ല. ഗായത്രി, എനിക്ക് മനസ്സിലാവും നിന്റെ ടെൻഷൻ. ഈ വീഡിയോ കാണാൻ ലീക്കായി കഴിഞ്ഞ എന്റെ ഭാവി. നമുക്ക് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലോ? എന്നിട്ട് വേണം അറിയിക്കാത്തവരെ കൂടെ അറിയിക്കാനായിട്ട്. നമ്മുടെ നാട്ടുകാരല്ലേ. ശരിയാണ്. ഗായത്രിക്ക് ആരെങ്കിലും സംശയം ഉണ്ടാവും? ഗായത്രി പോയിട്ടേ നന്നായിട്ടൊന്ന് ഉറങ്ങ്, മൈൻഡൊക്കെ ഒന്ന് ശരിയാവട്ടെ. ചെല്ലു. ഗായത്രിക്ക് ആരെങ്കിലും സംശയം ഉണ്ടാവും?
The subscriber is currently switched off. Please try after some time. If the subscriber is currently switched off. The subscriber is currently switched off. Please try after some time. ഫോൺ എടുക്ക. ഹലോ സെബി, ആ ഗായത്രി, സെബി, അയാൾ ആ വീഡിയോ അയച്ചതിന് ശേഷം എനിക്ക് അയച്ച മെസ്സേജ് ആയത്. ഇപ്പോൾ വീട്ടിൽ ആരുമില്ലല്ലോ, ഞാൻ അങ്ങോട്ട് വരട്ടെ. എനിക്ക് ഈ വീഡിയോയിൽ കണ്ട പോലെ ഒന്ന് നേരിട്ട് കാണണം. ഇല്ലെങ്കിൽ ഈ വീഡിയോ നാട്ടുകാരെല്ലാവരും കാണും. എനിക്കാണെങ്കിൽ കൈയും കാലും വിറച്ചിട്ട് പാടില്ല. നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ? ഈ നമ്പർ ആരെയാന്ന് വല്ല ഐഡിയ ഉണ്ടോ നിനക്ക്? ഗായത്രി, ഈ സമയത്ത് നീ ടെൻഷൻ അടിക്കല്ല വേണ്ടത്. ബോൾഡായിട്ടുള്ളൊരു തീരുമാനം എടുക്കണം. നിന്നറിയാവുന്ന ആരോണ് ഇതിന് പിന്നിൽ. അത് ആരാണെന്ന് അറിയണമെങ്കിൽ റിപ്ലൈ കൊടുക്ക്. ഇപ്പൊ ഇവിടെ വെച്ച് കാണാം. ബാക്കി കാര്യം ഞാൻ നോക്കും. ആ, നീയോ? എന്താടാ വന്നേ? ഞാൻ എന്നെ വിളിച്ചിട്ടല്ലേ ഞാൻ വന്നേ. ഞാനാ വീഡിയോ അയച്ചതും മെസ്സേജ് അയച്ചതും. പേടിക്കണ്ട, ഞാൻ ആരോടും പറയില്ല. കരയല്ലേ? സോറി ഏട്ടാ, സോറി ചേച്ചി. കൂട്ടുകാരന്മാരൊക്കെ പറഞ്ഞപ്പോ അറിയാണ്ട് വിറ്റുപോയേട്ടാ. സോറി ഏട്ടാ. ആഹാ, ദേ ഐസ്ക്രീമും ഫ്രൂട്ട്സ് ഒക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. നിനക്ക് എന്ത് വേണേലും എടുത്ത് കഴിച്ചോട്ടാ. ഞാനേ കുളിച്ചിട്ട് ഇപ്പൊ വരാം. എന്നും ചെയ്യില്ലേട്ടാ, ഇന്നും ചെയ്യില്ലേട്ടാ. സോറി ഏട്ടാ, സോറി ചേച്ചി, സോറി ഏട്ടാ.
നിനക്കെന്നോട് ശരിക്കും ഇഷ്ടമൊന്നും ഉണ്ടായില്ലല്ലേ? ഞാനൊരു പെണ്ണല്ലേ, ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്നതിലും നല്ലത് എല്ലാം അറിയാവുന്ന നിന്റെ കൂടെ ജീവിക്കുന്നതല്ലേ. അതും ശരിയാണ്. പക്ഷേ സെബി എനിക്ക് ശരിക്കും ഇഷ്ടാട്ടോ.